ഹലോ ഗൈസ്, പത്രമാറ്റ സീരിയലിന്റെ ലേറ്റസ്റ്റ് എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ അനിയും നന്ദുവും താമസിക്കുന്ന റിസോർട്ടിലോട്ട് കുറച്ച് ഗുണ്ടകൾ വരുന്നുണ്ട്. അവരവിടുത്തെ സ്ഥിരം കസ്റ്റമേഴ്സ് ആണ് കേട്ടോ. ആ റിസോർട്ടിന്റെ ബാക്ക് വശത്താണ് ഈ ഗുണ്ടകളൊക്കെ ഒരുമിച്ച് കൂടുന്നത്. ഇടയ്ക്ക് വെച്ച് നന്ദു മിസ്സിംഗ് ആവുന്നുണ്ട്. അതായത് ഈ ഗുണ്ടകള് നന്ദുവിന്റെ തലക്കടിച്ച് കൊണ്ടുപോയി കാണുട്ടോ. അനിയാണെങ്കിൽ ആകെ വെപ്രാളപ്പെടുന്നുണ്ട്. ആരോടും പറയാതെ നന്ദുവിനെയും കൂട്ടി പൊന്മുടിയിലോട്ട് പോകുന്നേക്കാണല്ലോ. അവസാനം ആ റിസോർട്ട് മുഴുവൻ അടിച്ചു പെറുക്കുന്നുണ്ട് അനി. പക്ഷേ നന്ദുവിനെ എവിടെയും കാണാനില്ല കേട്ടോ. നന്ദുവിന്റെ ഫോണിലോട്ട് വിളിച്ചിട്ടാണെങ്കിൽ നന്ദുവിന്റെ ഫോണ് പുറത്തൊരു സ്ഥലത്ത് നിന്ന് റിങ് ചെയ്യാണ്. പക്ഷെ അവിടെയൊന്നും നന്ദുവിനെ കാണാനില്ല. അനിയാണെങ്കിൽ ആകെ പേടിച്ച് വിറച്ചിട്ട് ആരെങ്കിലും പെട്ടെന്ന് വിവരം അറിയിച്ചില്ലെങ്കിൽ പ്രശ്നമാകുമെന്ന് മനസ്സിലാക്കിയിട്ട് നേരെ ആദർശിനെ വിളിച്ച് വിവരം പറയാണ്. ആദർശാണെങ്കിൽ ശരിക്കും ഞെട്ടുന്നുണ്ട്. ആ ഒരു കിടിലൻ ത്രില്ലടിപ്പിക്കുന്ന എപ്പിസോഡാണ് പറയാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് എപ്പിസോഡിലോട്ട് കിടക്കാം. ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് നന്ദുവിനെയും അനിയാണ്. അപ്പോൾ അനി ചോദിക്കുന്നുണ്ട്, നന്ദു, ഇന്നത്തെ ദിവസം നിനക്ക് സന്തോഷമായോ? മറക്കാൻ പറ്റുമോ ഇന്നത്തെ ദിവസം? അനി, സത്യം പറഞ്ഞാൽ ഇന്നത്തെ ദിവസം എനിക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല. പക്ഷേ വേറൊരു വിഷയമുണ്ട്. എന്താ നന്ദു? അല്ല, എൻ്റെ ചേച്ചിയും അച്ഛനും അമ്മയൊക്കെ ഞാൻ പറഞ്ഞ് പറ്റിച്ചില്ലേ? എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിലാണെന്ന് പറഞ്ഞില്ലേ? സത്യം പറഞ്ഞാൽ ഞാൻ അവരെ പറ്റിക്കുമല്ലേ? അനി, നിൻ്റെ കൂടെയാണ് ഞാനെന്ന് അവരൊക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ എന്നെ ജീവനോട് കത്തിച്ച് കളയുന്നതായിരിക്കും നല്ലത്. ഓഹോ, അത്രയ്ക്ക് പേടിയുണ്ടായിട്ടാണോ എൻ്റെ കൂടെ ഇറങ്ങി വന്നത്? ഞാൻ വിളിച്ചപ്പോൾ തന്നെ. അത് പിന്നെ വേറൊന്നും കൊണ്ടല്ല, വീട്ടിലൊരു പ്രശ്നമുണ്ടായി. വീണ്ടും അച്ഛനും അമ്മയും ഫേസ് ചെയ്യാൻ എനിക്കല്പം ബുദ്ധിമുട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് നീ വിളിച്ചപ്പോൾ നിൻ്റെ കൂടെ ഞാൻ ഇറങ്ങി വന്നത്. അല്ലാതെ നിൻ്റെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടൊന്നും അല്ല. ധ്യാനി, എനിക്കാകെ ദേഷ്യം വരുന്നുണ്ട്. ഓ, എന്നാ പിന്നെ നീ ഒരു കാര്യം ചെയ്യ്, എന്നെ അങ്ങ് തല്ലിക്കോ. തല്ലി നിന്റെ ദേഷ്യം തീർത്തോ. എന്നാലും കുഴപ്പമില്ല. ദേ, നമ്മളിവിടെ എൻജോയ് ചെയ്യാൻ വന്നതാ. നമ്മളുടെ എൻജോയ്മെൻറ്റിൻ്റെ ഇടയിലേക്ക് ഇവിടെ ആരും കയറി വരില്ല. നമുക്ക് സന്തോഷത്തോടെ കുറേ സമയം സ്പെൻഡ് ചെയ്യാം. നന്ദു, ദേ, ഇത് നിറയെ പടക്കമാണ്. നമുക്കിതൊക്കെ ഇവിടുന്ന് പൊട്ടിച്ചാലോ? അനി, നമ്മളെന്താ കുഞ്ഞുകുട്ടികളോ? കുഞ്ഞുകുട്ടികളല്ലെങ്കിലും ഇതൊക്കെയല്ലേ ഒരു സന്തോഷം. എടി, നീയൊന്ന് കൂളാവുന്നേ. ഇതും പറഞ്ഞുകൊണ്ട് അനി നന്ദുവിന്റെ ഷോൾഡറിൽ കയറി കൈയിടുന്നുണ്ട് കേട്ടോ. എന്നാൽ ഇതൊക്കെ കണ്ടുകൊണ്ട് നിൽക്കുന്നുണ്ട് ആ വാച്ച്മാനെ. ഓ, തുടങ്ങി. അപ്പം പിന്നെ ഞാൻ പറഞ്ഞ പോലെയൊക്കെ തന്നെയാ കാര്യങ്ങൾ. എന്നിട്ട് ഞാൻ ചോദിച്ചപ്പോൾ എന്താ പറഞ്ഞത്? 2 പേർക്കും 2 മുറിയെന്ന്. ഇതൊക്കെ വിശ്വസിക്കാൻ ഞാൻ മണ്ടനൊന്നും അല്ലല്ലോ. അവളിപ്പോൾ വുഡ് ബി ആണെന്നൊക്കെ പറയും. എന്നിട്ടോ ഏതെങ്കിലും ഭാഗ്യം കെട്ടവനായിരിക്കും അവളെ കെട്ടാൻ പോകുന്നത്. ഇവൾമാരൊക്കെ ഇങ്ങനെ നടന്ന് എങ്ങനെയാ ശരിയാവുക? ഇപ്പോഴത്തെ കാലത്ത് ആൺപിള്ളേർക്ക് എങ്ങനെയുള്ള പെൺപിള്ളേരെ കിട്ടുമെന്ന് പറയാൻ പോലും പറ്റത്തില്ല. കഷ്ടം ഇവളെ ഇവനെയൊക്കെ കെട്ടുന്നവരുടെ അവസ്ഥ. അങ്ങനെ അവർ 2 പേരും എൻജോയ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോഴാണ് ആ വാച്ച്മാൻ അങ്ങോട്ട് വരുന്നത്. സാറേ, നിങ്ങൾക്ക് കഴിക്കാൻ എന്തെങ്കിലും പറയണോ? ഏയ്, തൽക്കാലം ഒന്നും വേണ്ട. ശരി സാറേ. പിന്നെ ഇങ്ങനെ രാത്രി അധിക നേരം ഇവിടെ ഇറങ്ങി നിൽക്കുമൊന്നും വേണ്ട. പല ജാതി മൃഗങ്ങൾ ഉള്ളതാ. ഏതെങ്കിലും കയറി വന്ന് പ്രശ്നം ഉണ്ടാക്കുമെന്ന് പറയാൻ പറ്റത്തില്ല. മൃഗങ്ങളല്ലേ, മനുഷ്യരൊന്നും അല്ലല്ലോ. മൃഗങ്ങളെക്കാ പേടിക്കണം മനുഷ്യരെ. കാട്ടിനുള്ളിൽ വന്ന് തെറ്റ് ചെയ്യുന്നതിൽ കുഴപ്പമില്ല, അത് മനുഷ്യർ കാണുന്നതിലാണ് കുഴപ്പം. എന്താ ചേട്ടാ, കുറേ നേരമായിട്ട് ചേട്ടൻ എന്തോ സംശയം ഉള്ളിലുണ്ടെന്ന് തോന്നുന്നു. അത് പിന്നെ മോളെ, വേറൊന്നും കൊണ്ടല്ല, ഞാൻ പറയുന്നത് കാര്യമാണ്. ഇവിടെ കുറേ മൃഗങ്ങളുണ്ട്. നിങ്ങളുടെ സന്തോഷമൊക്കെ വീട്ടിനകത്ത് നിന്നാവാലോ, വീടിന് വെളിയിൽ വേണ്ടെന്നാണ് ഞാൻ പറഞ്ഞത്. ഞാനേ റെസ്റ്റ് ഹൗസിലോട്ട് കിടക്കാൻ പോവാ. ഞാൻ പോയി കഴിഞ്ഞാൽ പിന്നെ ഇവിടുത്തെ ലൈറ്റൊക്കെ എനിക്ക് ഓഫ് ചെയ്യണം. ഇവിടുത്തെ ലൈറ്റൊക്കെ ഞങ്ങൾ ഓഫ് ചെയ്തുകൊണ്ട് ചേട്ടാ റെസ്റ്റ് ഹൗസിൽ പോയിട്ട് റെസ്റ്റ് എടുത്തോ. ഓ ശരി. കേട്ടാ പഠിക്കാത്തവനെ കൊണ്ടാ പഠിക്കും. നിനക്കൊക്കെ കൊള്ളണം. ഇതും പറഞ്ഞുകൊണ്ട് ആ വാച്ച്മാൻ അവിടുന്ന് പോവാണ് കേട്ടോ. അനി, അയാൾ പറഞ്ഞത് ചിലപ്പോൾ ശരിയായിരിക്കും. ഇത് കാടിനകത്തല്ലേ. അതാണെങ്കിലോ നമ്മൾ വീട്ടിലൊന്നും പറയാതെയാ വന്നിരിക്കുന്നത്. അതുകൊണ്ട് വെറുതെ ഒരു പ്രശ്നം ഉണ്ടാക്കണ്ട. ചിലപ്പോൾ പല ജാതി മൃഗങ്ങളുണ്ടാവും, അതുകൊണ്ടാണ് പറയുന്നത്. ഓ, നിനക്കും കൂടി പേടിയാണെങ്കിൽ പിന്നെ നമുക്ക് അകത്തോട്ട് കയറിയിക്കാം. അങ്ങനെ ഇതും പറഞ്ഞുകൊണ്ട് അവരകത്തോട്ട് കയറുന്നുണ്ട് കേട്ടോ. നന്ദു, നാളെ നേരത്തെ എഴുന്നേറ്റ് പോകേണ്ടതാ. നിനക്ക് ഉറക്കമുണ്ടെങ്കിൽ നീ ഉറങ്ങിക്കോ. ഇല്ലെങ്കിൽ നമുക്ക് കുറച്ചാലും സംസാരിച്ചിരിക്കാം. അത് പിന്നെ നാളെ നേരത്തെ എഴുന്നേറ്റ് പോവേണ്ടതല്ലേ. സംസാരിക്കാൻ നമുക്ക് പിന്നീട് സംസാരിക്കാലോ. ഇപ്പം കിടന്നുറങ്ങട്ടെ. ശരി. പോലീസുകാരിയുടെ ഉറക്കം ഞാൻ ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. പോയി ഉറങ്ങിക്കോ. നന്ദു, ഒന്ന് നിന്നേ. ഇതും പറഞ്ഞിട്ട് നന്ദുവിൻ്റെ അടുത്തോട്ട് ഇങ്ങനെ അനി നടന്നു വരികയാണ് കേട്ടോ. നന്ദു ആണെങ്കിൽ പിന്നിലോട്ട് ഇങ്ങനെ പോകുന്നുണ്ട്. എന്നിട്ട് ചുമരിൽ മുട്ടുന്നുണ്ട് കേട്ടോ. അനിയാണെന്നുണ്ടെങ്കിൽ 2 കൈയും നന്ദുവിൻ്റെ അപ്പുറത്തും ഇപ്പുറത്തും വെക്കുന്നുണ്ട്. അനി, വേണ്ട. എന്താ ഇത്? അനി, ഞാൻ നിന്നെക്കുറിച്ച് ഇങ്ങനെയൊന്നും കരുതിയില്ല. നന്ദു, അതിന് ഞാൻ ഒന്നും ചെയ്യാൻ വേണ്ടി വന്നതല്ല. നിന്റെ ചെവിയുടെ സൈഡിലായിട്ട് ഒരു പ്രാണി ഇരിക്കുന്നു, അതിനെടുക്കാൻ വന്നതാ. നീ ആണെങ്കിൽ പിന്നിലോട്ട് നടന്ന് എന്നെ ചുമരിനോട് അടുപ്പിച്ചു. അതായിരുന്നോ? ഞാൻ കരുതി. എന്താ കരുതിയത്? ഞാൻ നിന്നെ വല്ലതും ചെയ്യാൻ വരികയാണെന്നാണോ? അങ്ങനെയൊന്നും ഞാൻ നിന്നെ തൊടത്തില്ല മോളെ. ഞാനേ അനന്തപുരിയിലെ പയ്യനാ. നിന്റെ കയ്യിൽ റിങ്ങിട്ട് കഴുത്തി താലി കിട്ടിയാൽ മാത്രമേ ഞാൻ നിന്നെ വല്ലതും ചെയ്യത്തുള്ളൂ. അതുവരെ ഞാൻ നിന്നെ തൊടത്തില്ലെന്നൊന്നും പറയാൻ പറ്റത്തില്ല. പക്ഷെ ഞാൻ മറ്റൊന്നും ചെയ്യില്ല. മാറി നിൽക്കടി. ദേ,
ഞാനൊരു പോലീസ് ഓഫീസറാണെന്നുള്ള ഓർമ്മ വേണം. എന്നോട് പറയാൻ പറ്റിയ കാര്യമാണ് ഇതൊക്കെ. ഓ പിന്നെ കാമുകിയായാലും പോലീസ് ഓഫീസറായാലും ഒക്കെ കണക്ക് തന്നെയാണ്. ആ സമയത്താണ് കേട്ടോ നവീൻ്റെ കോള് വരുന്നത്. നന്ദു, നവീൻ വിളിക്കുന്നുണ്ട്. ഫോൺ എടുക്കണോ? ഫോൺ എടുത്തേക്ക്. നമുക്ക് ഒരുപാട് ഉപകാരം ചെയ്തു തന്നിട്ടുള്ളതല്ലേ. ഫോൺ എടുത്തിട്ട് അയാൾ എന്താ പറയുന്നത് നോക്ക്. അപ്പം ഫോൺ എടുക്കാലേ? അതെ, ഞാൻ കൂടെയുള്ള കാര്യമൊന്നും പറയരുതേ. അത് ഞാൻ എങ്ങനെയാ പറയാ? അവ ഇടിച്ചു കയറി ഇങ്ങോട്ട് വരില്ലേ? ഫോൺ എടുക്ക്. അങ്ങനെ അനി ഫോൺ എടുക്കുന്നുണ്ട് കേട്ടോ. ഹലോ. ഹലോ അനി, എവിടെയാ? ഞാൻ പുറത്താടാ. പുറത്തോ? ഇത്ര സമയമായിട്ടും വീട്ടിൽ കയറിയില്ലേ? അത് പിന്നെ എനിക്ക് കുറച്ച് തിരക്കുണ്ടായിരുന്നു. ഫ്രണ്ട്സിൻ്റെ കൂടെ പുറത്താ. നന്ദു ഉണ്ടോ കൂടെ? ഏയ്, നന്ദുമില്ല. നന്ദു ഉണ്ടെങ്കിൽ എനിക്കും കൂടി വരാനായിരുന്നു. ഇവിടെ ഇരുന്നിട്ട് ബോറടിക്കുക. പിന്നെ നന്ദുവിനെക്കുറിച്ച് ആലോചിക്കുമ്പോഴാണ് ഏക ആശ്വാസം. അവനും എൻ്റെ പെണ്ണിനെക്കുറിച്ച് ആലോചിക്കാൻ കണ്ടത്. ഇതൊക്കെ പറഞ്ഞുകൊണ്ട് നവീനാണെങ്കിൽ എൻജോയ് ചെയ്യാണ് കേട്ടോ. അല്ല, എന്താ നീ ഒന്നും പറയാത്തത്? ആണോ? ഞാനാണെങ്കിൽ കുറച്ച് ദൂരെയാണ്. അതുകൊണ്ട് നിനക്കിപ്പോൾ ഇങ്ങോട്ട് വരാനും പറ്റത്തില്ല. അയ്യോ, അങ്ങനെയാണോ? അതെ. എന്നാൽ പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം. നന്ദുവിന് വിളിച്ചു നോക്കട്ടെ. നന്ദു ഉറങ്ങിയിട്ടില്ലെങ്കിൽ കുറച്ച് നേരം സൊള്ളിക്കുത്തിരിക്കാലോ. എന്തായാലും ഭാവിയിൽ സൊള്ളിക്കുത്തിരിക്കാനുള്ളതല്ലേ. ശരി, എന്താന്ന് വെച്ചാൽ ചെയ്തോ. അതെന്താ നീ അങ്ങനെ ഒരു വർത്താനം? നിനക്കെന്താ ഇഷ്ടപ്പെട്ടില്ലെന്ന് തോന്നുന്നു ഞാൻ നന്ദുവിനോട് സംസാരിക്കുന്നത്? എനിക്കെന്ത് ഇഷ്ടപ്പെടാതിരിക്കാൻ? നീ വിളിച്ചോ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ശരി, എന്നാൽ പിന്നെ നാളെ രാവിലെ കാണാം. എനിക്ക് നിന്നെ ഒന്ന് കാണണം. എന്തിനാ ഇപ്പം എന്നെ കാണുന്നത്? എനിക്ക് നിന്നെ ഒന്ന് കാണണമെന്ന്. ശരി, എന്നാൽ ശരി. ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. അങ്ങനെ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. പെട്ടെന്ന് തന്നെ അനി പറയുന്നുണ്ട്, അവനിപ്പം നിന്റെ ഫോണിലോട്ട് വിളിക്കും. ഇപ്പം അവൻ്റെ മനസ്സ് മുഴുവൻ നീയാണല്ലോ. ഇതൊക്കെ എന്തിനാണാവോ? ഇപ്പം തോന്നുവാ നന്ദു, അവനോട് സത്യമൊക്കെ തുറന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഇത്രയും പ്രശ്നം ഉണ്ടാവില്ലായിരുന്നു. ചിലപ്പോൾ അവൻ നമ്മളെ പ്രണയത്തെ പ്രോത്സാഹിപ്പിച്ചനെ, നമ്മുടെ കൂടെ നിന്നേനെ. അത് ശരിയാ. എന്നോട് പ്രണയം ഉണ്ടായിരുന്നു എന്ന് അറിഞ്ഞപ്പോൾ തന്നെ നീ അത് എന്നോട് പറയണമായിരുന്നു. അതിന് പകരം നീ എന്നെ സംശയിച്ചില്ലേ? ഉള്ളിലിട്ടുകൊണ്ട് നടന്നില്ലേ? സത്യം പറഞ്ഞാലേ ഈ യാത്രയ്ക്ക് പോലും നിന്റെ കൂടെ വരരുതായിരുന്നു. നിനക്കെന്നെ വിശ്വാസമില്ല. ഞാൻ നിന്നെ വിശ്വസിക്കുന്ന അത്ര പോലും നിനക്കെന്നെ വിശ്വാസമില്ല. അയ്യോ നന്ദു, അങ്ങനെ വിശ്വാസക്കുറവുകൊണ്ടല്ല. നീ എന്നിൽ നിന്ന് അകന്നു പോകുന്നുള്ള പേടി കൊണ്ടായിരുന്നു. ഒരു പേടി. ഇനിയിപ്പോൾ അതിനെക്കുറിച്ചൊന്നും പറയണ്ട. പെട്ടെന്നാണ് കേട്ടോ നന്ദുവിൻ്റെ ഫോൺ റിങ് ചെയ്യുന്നത്. നവീനേട്ടനാണെന്ന് തോന്നുന്നു. ഇതും പറഞ്ഞ് ഫോൺ എടുത്ത് നോക്കുന്ന സമയത്ത് നവീനാണ് കേട്ടോ. അനി, നവീനാ? എടുക്ക്. ഇനി എടുക്കാത്തതിൻ്റെ പ്രശ്നം വേണ്ട. അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ ഫോൺ അറ്റൻഡ് ചെയ്യുന്നുണ്ട്. ഹലോ നവീനേട്ടാ? നന്ദു ഉറങ്ങിയോ? ഉറങ്ങി. പാതി ഉറക്കത്തിലായിരുന്നു. അപ്പോഴാണ് നവീനേട്ടൻ വിളിച്ചത്. എന്താ നവീനേട്ടാ, എന്തെങ്കിലും കേസിൻ്റെ കാര്യവും മറ്റോ പറയാനുണ്ടോ? അതെന്താ നന്ദു അങ്ങനെ പറയുന്നത്? നമ്മളിനി ഭാവിയിൽ ഭാര്യ ഭർത്താക്കന്മാരാവാൻ പോകേണ്ടവരല്ലേ. നമുക്ക് എന്തൊക്കെ സംസാരിച്ചിരിക്കാനുണ്ടായിരിക്കും. അതുകൊണ്ടാണ് ഞാനിപ്പോൾ വിളിച്ചത്. അല്ല, ഞാനൊരു കാര്യം പറഞ്ഞിട്ട് അതിന് യെസ് എന്നോ നോ എന്നോ ഒന്നും പറഞ്ഞില്ലല്ലോ. പിന്നെ നോന്ന് മാത്രം പറയരുത്. ഞാൻ യെസ് എന്ന് മാത്രമേ പ്രതീക്ഷിക്കുന്നുള്ളൂ. എൻ്റെ ഭാര്യയാവാൻ നിനക്ക് ഇഷ്ടമുണ്ടെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. അത് നവീനേട്ടാ, എനിക്ക് കുറച്ച് വർക്കിൻ്റെ തിരക്കുകളുണ്ട്. അല്ല, അപ്പോൾ ഉറക്കത്തിലായിരുന്നു എന്ന് പറഞ്ഞു. അത് പിന്നെ വർക്കിൻ്റെ തിരക്കിലായിരുന്നു ഞാൻ ഉറക്കത്തിൽപ്പെട്ടത്. എനിക്ക് കുറച്ച് ഫയലുകളൊക്കെ നോക്കാനുണ്ട്. അങ്ങനെയാണോ? എന്നാൽ പിന്നെ വിളിക്കാം ഞാൻ. സമയം കിട്ടുമ്പോൾ നന്ദു ഇങ്ങോട്ട് വിളിക്കേ. അതായിരിക്കുമല്ലോ കുറച്ചുകൂടി നല്ലത്. ശരി. ഇതും പറഞ്ഞുകൊണ്ട് നവി ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. രണ്ടുപേരെയും ഞാൻ ചുറ്റിക്കും. കുറച്ചു കാലം നിങ്ങളെ ചുറ്റിച്ചതിന് ശേഷം മാത്രമേ നിങ്ങളെ തമ്മിൽ ഞാൻ ഒരുമിപ്പിക്കത്തുള്ളൂ മക്കളെ. നിങ്ങളെന്നെ കുറേയിട്ട് കളിപ്പിച്ചതല്ലേ, കാണിച്ചു തരാം ഞാൻ. ഓക്കെ, ഇനി അതൊക്കെ കഴിഞ്ഞിട്ട് കാണിക്കുന്നത് അനിയാണ് കേട്ടോ. അനി പറയുന്നുണ്ട്, എനിക്ക് ഇപ്പോഴാണ് നവീനോട് ശരിക്കും ദേഷ്യം തോന്നുന്നത്. നവീൻ സത്യം പറഞ്ഞാൽ എനിക്ക് കുറേ ഉപകാരമൊക്കെ ചെയ്തു തന്നിട്ടുണ്ട്. പക്ഷേ അവൻ നിന്നെ വേണമെന്ന് വാശി പിടിക്കുന്നതേ കുറച്ച് കൂടുതലാണ്. എന്ത് ചെയ്യാനാ? നീയല്ലേ ഈ പ്രശ്നം ഇവിടെ വരെ എത്തിച്ചത്. നവീനേട്ടൻ എന്നെ ഇഷ്ടമായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ തന്നെ നീ അത് എന്നോട് പറയണമായിരുന്നു. ഞാനത് വേണ്ട രീതിയിൽ ഹാൻഡിൽ ചെയ്യുമായിരുന്നു. ഇതിപ്പം പ്രണയം പൂവിട്ട് മുട്ടിട്ട് അത് പുഷ്പമായി കഴിഞ്ഞിട്ടാ എന്നോട് നവീനേട്ടൻ പറയുന്നതും നീ അത് മറച്ചു വെച്ച കാര്യം ഞാൻ അറിയുന്നതും. സോറി നന്ദു, അങ്ങനെയൊക്കെ നടന്നു പോയില്ലേ. ഇനിയിപ്പോൾ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. ഇനി പറഞ്ഞിട്ട് കാര്യമില്ല. എന്തൊക്കെ ഉണ്ടാകാൻ പോകുന്നതെന്ന് വരുന്ന വഴി വെച്ച് കാണാം. അല്ല, നീ ഉറങ്ങാൻ പോവാണോ? അതെ, എനിക്ക് നിന്നോട് കുറച്ച് നേരം കൂടി സംസാരിക്കണമെന്നുണ്ട്. അനി പ്ലീസ് നന്ദു, നമ്മുടെ ഇനിയുള്ള കാര്യങ്ങളെക്കുറിച്ച് എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട്. ശരി, എന്നാൽ പിന്നെ നമുക്ക് സംസാരിക്കാം. ഇവിടെ ഇരിക്കും. ഇതും പറഞ്ഞുകൊണ്ട് രണ്ടുപേരും ഒരു സൈഡിൽ ഇരിക്കുന്നുണ്ട് കേട്ടോ. അയ്യോ, എന്തു പറ്റി അനി? എനിക്കൊന്ന് ബാത്റൂമിൽ പോകണം. എന്തു പറ്റി? സാധാരണ ബാത്റൂമിൽ പോകുന്നത് എന്തിനാ? എനിക്കൊന്ന് മുള്ളാൻ പോകണം. അങ്ങനെ. ഞാൻ കരുതി. എന്താ കരുതിയത്?
ഓ അങ്ങനെ അങ്ങ് കരുതൊന്നും വേണ്ട. ദേ ഞാൻ പോയിട്ട് ഇപ്പം തന്നെ വരും, ഇവിടെ ഇരുന്നോളണം. ശരി ശരി. അങ്ങനെ അത് പറഞ്ഞിട്ട് അനി നേരെ മുറിയിലോട്ട് പോവാണ് കേട്ടോ. നന്ദുവിനാണെങ്കിൽ അവിടെ ഇരുന്നിട്ടാണെങ്കിൽ ബോറടിക്കുന്നുണ്ട്. നന്ദു ആണെങ്കിൽ പുറത്തോട്ടൊക്കെ ഇങ്ങനെ ഇറങ്ങാണ്. ആ റിസോർട്ടിൻ്റെ പുറത്തെ സൈഡിലോട്ടൊക്കെ ഇറങ്ങുന്ന സമയത്താണ് കേട്ടോ പെട്ടെന്നൊരു ശബ്ദം നന്ദു കേൾക്കുന്നത്. അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ അപ്പുറത്തെ റൂമിൻ്റെ ഡോറ് തുറക്കുന്നുണ്ട്. പക്ഷെ അവിടെയൊന്നും ആരും കാണുന്നില്ല കേട്ടോ. പക്ഷെ ബാക്ക് സൈഡിലായിട്ട് ഒരു വെളിച്ചം പോലെ കാണുകയാണ് നന്ദു. ഇവിടെ എന്താ ഈ വെളിച്ചം? ഇവിടെ ആരും ഇല്ലെന്നല്ലേ അയാൾ പറഞ്ഞത്. പിന്നെ ഈ ഭാഗത്ത് എന്താ ഒരു വെളിച്ചം? അങ്ങനെ നന്ദു പതുക്കെ അങ്ങോട്ട് പോകുന്നുണ്ട് കേട്ടോ. കുറച്ച് മാറാല പിടിച്ച സ്ഥലങ്ങളൊക്കെയാണ് കേട്ടോ. മാറാലയൊക്കെ തട്ടി മാറ്റിയിട്ട് പതുക്കെ ആ ഡോറ് തുറക്കാണ്. ആ സമയത്ത് അവിടെ കാണുന്നത് കുറച്ച് ഗുണ്ടകളെയാണ്. ഈ ഗുണ്ടകളാണെങ്കിൽ കുടിച്ച് കൂത്താടി അലമ്പായിട്ട് പുക വലിച്ച് ആകെ മദ്യപിച്ച് ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടാണ് കേട്ടോ അവിടെ നിൽക്കുന്നത്. ഇത് കണ്ടപ്പോൾ തന്നെ നന്ദുവിന് ദേഷ്യം വരാണ്. നന്ദു അങ്ങോട്ട് കയറി ചെല്ലുന്നത്. ഡാ, നന്ദുവിനെ കണ്ട പാടത്തേനെ എല്ലാവരും ഇന്ന് ഞെട്ടുന്നുണ്ട് കേട്ടോ. അണേ ഇതാരാ? ഇതേതൊരു പുതിയ അവതാരം? എടാ ഇവള് ട്യൂബിളോ ത്രിബിളോ? അണ്ണേ ഇവള് ട്യൂബിളും അല്ല ത്രിബിളും അല്ല. ഇവള് സിംഗിളാണേ. സിംഗിളാണോ ഇവള്? ഇവളെ എനിക്ക് 4 കാണുന്നു. അല്ല ഇത് ഇവള് തന്നെയല്ലേ? ഇവക്ക് മുടിയില്ലല്ലോ. ഇവള് പെണ്ണാണോ അതോ ആണോ? ഇത് പെണ്ണ് തന്നെയാണേ. എന്താടാ നിങ്ങൾക്കൊക്കെ കുടിച്ച് കൂത്താടാനുള്ള സ്ഥലമാണോ ഇത്? ഇവിടെ കുടുംബങ്ങൾ വന്ന് താമസിക്കുന്ന റിസോർട്ടല്ലേ? ആണെങ്കിൽ നിനക്കെന്താടി കാര്യം? നീ പോയി നിന്റെ പണി നോക്കടി. ദേ നിങ്ങൾ ഈ വൃത്തിയേടൊന്നും ഇവിടെ വെച്ച് നടക്കത്തില്ല. ഈ റിസോർട്ടിൽ ഒരുപാട് ഫാമിലി വരുന്നതാ. ആണെങ്കിൽ കണക്കായി പോയി. എടി ഇത് ഞങ്ങളുടെ സ്ഥലമാണ്. ഞങ്ങളുടെ സ്ഥലത്ത് നിന്ന് കൊണയ്ക്കാൻ നിന്നാലുണ്ടല്ലോ നിനക്കൊന്ന് കുഴിച്ചുമുടും. ആണോ? എന്നാൽ അതൊന്ന് കാണണമല്ലോ. കാണിച്ചു തരാടി ഞങ്ങൾ ആരാണെന്ന്. എടാ അവളെ പിടിക്കടാ. അവളെ എനിക്ക് വേണം. ഞാൻ മുതലെടുത്തിട്ട് അവളെ പറഞ്ഞേക്കൂ. പിടിക്കട അവളെ. ആ സമയത്ത് നന്ദു ആണെങ്കിൽ 2 ഇടിയും കൊടുത്തിട്ട് നേരെ ആ മെയിൻ ഗുണ്ടയുടെ അടുത്തോട്ട് പോകാൻ കേട്ടോ. ഇവർ അണ്ണാന്ന് വിളിക്കുന്ന ഒരു 6-8 പേരുണ്ടാവും കേട്ടോ. അങ്ങനെ ആ ഗുണ്ടയുടെ നേരെ ചെന്നിട്ട് ആ ഗുണ്ടയുടെ വയറിന് മൂക്കിന് ഒരെണ്ണം കൊടുക്കാണ്. മൂക്കിൽ നിന്ന് പെട്ടെന്ന് ബ്ലഡ് വരാൻ കേട്ടോ. അയ്യോ എടാ ബ്ലഡ്. അണ്ണേ ബ്ലഡ്. എടാ ഇവളെ വെറുതെ വിടരുത്. ഇവളത്ര നിസ്സാരക്കാരിയല്ല. തല്ലടാ ഇവളെ. പെട്ടെന്നാണ് കേട്ടോ നന്ദുവിനെ പിന്നിലൂടെ ഒരുത്തം വന്നിട്ട് തലക്കടിച്ച് വീഴ്ത്തുന്നത്. തലേന്ന് ചോരയും വരുന്നുണ്ട്. പെട്ടെന്ന് നന്ദു താഴെ പോയി ബോധം കിട്ടി വീഴാണ്. അണേ ഈ പെണ്ണിന്റെ ബോധം പോയി. ബോധം പോയോ? അതേതായാലും നന്നായി. നമ്മൾ ആർക്കും ശല്യമില്ലാതെ മര്യാദയ്ക്കൊരു ഭാഗത്ത് ഇരിക്കുമല്ലായിരുന്നോ? ഈ പെണ്ണല്ലേ വന്ന് അലമ്പുണ്ടാക്കിയത്? ആണല്ലോ. അതെ അണ്ണേ, ഈ പെണ്ണാണ് വന്ന് അലമ്പുണ്ടാക്കിയത്. എന്നാ അവളെ പൊക്കടാ. അവളെ പൊക്കിക്കോ. നമുക്കവളെ കൊണ്ടുപോവാം. ആവശ്യം കഴിഞ്ഞ് ഇവിടെ കൊണ്ട് വിടാം. ഇവളെ വേണ്ടവന്മാരെ എടുത്തോണ്ട് പൊയ്ക്കോളും. വാടാ. ഇതും പറഞ്ഞുകൊണ്ട് അവളെയും പൊക്കിക്കൊണ്ട് ആ ഗുണ്ടകൾ ആ കാട്ടിനകത്തോട്ട് പോവാണ് കേട്ടോ. ഓക്കെ, അതൊക്കെ കഴിഞ്ഞ് അനി ഹോളിലോട്ട് വരുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നന്ദുവിനെ അവിടെ കാണുന്നില്ല. നന്ദു ഷോ, ഈ നന്ദു ഇത് എവിടെ പോയതാ? ഒരു 5 മിനിറ്റ് ഇവിടെ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും അവൾ എങ്ങോട്ടൊക്കെയോ പോയി. അയ്യോ ഇനി പുറത്തോട്ട് ഒറ്റയ്ക്കെങ്ങാനും പോയി കാണോ? ഇതും പറഞ്ഞ് അനി ചുറ്റില് നോക്കുന്നുണ്ട് കേട്ടോ. കുറേ സ്ഥലത്ത് നോക്കിയിട്ടൊന്നും അവിടെ ആരെയും കാണാനില്ല. നന്ദു നീ എന്നെ പറ്റിക്കാൻ ഒളിഞ്ഞിരിക്കുന്നുണ്ടോ? എവിടെയാ നന്ദു? മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാതെ ഇങ്ങോട്ട് വാ. അങ്ങനെ അനിയാണെന്നുണ്ടെങ്കിൽ എല്ലാ ഭാഗത്തും നോക്കുന്നുണ്ട് കേട്ടോ. അയ്യോ നന്ദു ഇത് എവിടെ പോയി? ഈശ്വര, ഈ ഡോറൊക്കെ തുറന്നിട്ടിരിക്കുകയാണല്ലോ. നന്ദു എവിടെ പോയി കാണുമാവോ? അങ്ങനെ അനി ചുറ്റിലും കുറേ പോയി നോക്കുന്നുണ്ട് കേട്ടോ. ആ വീട്ടിലുള്ള റൂമുകളെ മൊത്തം അടിച്ചു പെറുക്കാൻ കേട്ടോ. ആ സ്ഥലം മുഴുവനും നോക്കാണ്. പക്ഷെ അവിടെ എവിടെയും നന്ദുവിനെ കാണാനില്ല. അവസാനം പുറത്തോട്ട് ഇറങ്ങിയിട്ടൊക്കെ നോക്കുന്നുണ്ട് ടോർച്ച് അടിച്ചിട്ടൊക്കെ. ഈശ്വര, ഈ നന്ദു ഇതെവിടെ പോയി? അത് ഈ രാത്രി മനുഷ്യനെ ടെൻഷൻ അടുപ്പിക്കാൻ. ഇവിടെ ചുറ്റിലും കാടാ. ആകെ പേടിയാവുമെന്ന് എനിക്ക്. അവളുടെ ധൈര്യം വെച്ച് എങ്ങോട്ടെങ്കിലും ഇറങ്ങിപ്പോയി കാണും. ഞാനിത് ആരോട് ചെന്ന് പറയും? ആ ചേട്ടൻ റെസ്റ്റ് ഹൗസിലുണ്ടല്ലോ, അയാളെ ചെന്ന് വിളിക്കാം. ഇതും പറഞ്ഞുകൊണ്ട് അനി നേരെ റെസ്റ്റ് ഹൗസിനകത്തോട്ട് പോവാണ്. ചേട്ടാ. ഓ ഇയാൾ ഉറങ്ങാണല്ലോ. ചേട്ടാ. പുല്ല്, ആരാ ഇത് ഇന്നേരത്ത്? ചേട്ടാ ഞാനാ അനിരുദ്ധ്. ഓ എന്നതാടാ കൊച്ചനെ, എന്തിനാ വിളിക്കുന്നേ ഇങ്ങനെ? ചേട്ടൻ ഒന്ന് പെട്ടെന്ന് ഇറങ്ങിയേ. ഓ എന്താ ഈ രാത്രി നല്ല തണുപ്പുള്ള സമയത്ത് കിടന്ന് ഉറങ്ങിക്കൂടാ പയ്യ നിനക്ക്? നീ എന്തിനാ എന്നെ വിളിക്കുന്നത്? ചേട്ടാ എനിക്ക് പേടിയാവുന്നു. പേടിയോ? എന്തിനീ? നിന്റെ കൂടെ ആ പെണ്ണുമില്ലേ, പിന്നെ എന്തിനാ നീ പേടിക്കുന്നത്? ചേട്ടാ അതല്ല, എൻ്റെ കൂടെ വന്ന പെണ്ണില്ലായിരുന്നു. അവളിപ്പോൾ കാണാനില്ല. നന്ദുവിനെ കാണാനില്ല ചേട്ടാ. കാണാനില്ലെന്നോ? ഡേ മോനെ, അവിടെ എവിടെയെങ്കിലുമൊക്കെ കാണും. നീ ഒന്ന് ചെന്ന് അന്വേഷിച്ച് നോക്ക്. അന്വേഷിക്കാതെ എന്നെ വിളിച്ചിട്ട് എന്താ കാര്യം? ചേട്ടാ ഞാൻ ആ വീട് മുഴുവൻ അന്വേഷിച്ചു. പക്ഷെ അവിടെ എവിടെയില്ല ചേട്ടാ. എനിക്കകെ പേടിയാവാണ്. ഞങ്ങൾ വീട്ടിലൊന്നും പറയാതെയാണ് വന്നത്. ഓ ആദ്യം തന്നെ ഞാൻ ചോദിച്ചപ്പോൾ നിങ്ങൾ ഇങ്ങനെയൊന്നല്ലല്ലോ പറഞ്ഞത്. നിന്റെ വുഡ് ബി ആണ് അവളെന്നല്ലേ? ചേട്ടാ ഇപ്പം അതൊന്നും പറഞ്ഞു നിൽക്കാൻ സമയമില്ല. അവൾ എനിക്ക് കിട്ടിയേ പറ്റൂ.
എൻ്റെ എൻ്റെ വുഡ്ബി തന്നെയാണ് അവള്. എനിക്ക് പേടിയാവുന്നു ചേട്ടാ, അവൾ ആരെങ്കിലും എന്തെങ്കിലും ചെയ്തു കാണോ? ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ രാത്രി ഒരു സമയം കഴിഞ്ഞാൽ പുറത്തോട്ട് ഇറങ്ങരുതെന്ന്. അപ്പം പറഞ്ഞപ്പോൾ നിങ്ങളത് വിശ്വസിച്ചില്ല. നിങ്ങളത് പുച്ഛഭാവത്തോടു കൂടി തള്ളിക്കളഞ്ഞു. ചേട്ടാ, ഞങ്ങൾക്കൊരു തെറ്റുപറ്റി, തൽക്കാലം ഞങ്ങളോട് ക്ഷമിക്ക്. ചേട്ടൻ എങ്ങനെയെങ്കിലും അവളെ ഒന്ന് കണ്ടെത്തിയിട്ടാ. അത് ശരി, ഞാനെന്താ പോലീസാണോ അവളെ കണ്ടെത്തി തരാൻ? ഞാൻ നോക്കട്ടെ അവിടെ എവിടെയെങ്കിലും ഉണ്ടോയെന്ന്. ഒരു മിനിറ്റ്, എൻ്റെ ടോർച്ച് ഒന്ന് എടുക്കട്ടെ. ഇതും പറഞ്ഞ് അയാൾ ടോർച്ച് എടുത്തിട്ട് പുറത്തോട്ട് ഇറങ്ങി വരാനിട്ടോ ചുറ്റിനും നോക്കുന്നുണ്ട്. അല്ല, നിങ്ങൾ വീട്ടിനകത്തല്ലായിരുന്നു? ആ കുട്ടി എവിടെയായിരുന്നു? ഞങ്ങൾ വീട്ടിനകത്ത് തന്നെയാണ്, ഹാളിലുണ്ടായിരുന്നു. പെട്ടെന്ന് എനിക്ക് മൂത്രം ഒഴിക്കാൻ മുട്ടി. ഞാനൊന്ന് ബാത്റൂമിലിട്ട് പോയ സമയത്താണ് ഇതൊക്കെ സംഭവിച്ചത്. പിന്നെ നോക്കിയപ്പോൾ നന്ദുവിനെ എവിടെയും കാണാനില്ല. ഞാൻ നിങ്ങളോട് പറഞ്ഞതല്ലേ കഥക്ക് പൂട്ടി കിടന്നുറങ്ങാനേ, മനുഷ്യനെ മെനക്കെടുത്താൻ വേണ്ടിയിട്ട്. വാ, എന്തായാലും നമുക്ക് ഇവിടേക്ക് ഒന്ന് നോക്കാം. ഇതും പറഞ്ഞ് വീട് വീണ്ടും നോക്കുന്നുണ്ട് കേട്ടോ. ചേട്ടാ, ഇവിടെയൊന്നും നോക്കിയിട്ട് കാര്യമില്ല. ഞാൻ ഈ വീട്ടിലെ എല്ലാ മുക്കിലും മൂലയിലും തിരക്കി. ഇനിയിപ്പോൾ പുറത്ത് മാത്രമേ നോക്കാനുള്ളൂ. ഇവിടെ ചേട്ടൻ അറിയുന്ന സ്ഥലമല്ലേ. ചേട്ടൻ ഒന്ന് എൻ്റെ കൂടെ വാ, ഇവിടെയൊക്കെ ഒന്ന് നമുക്ക് നോക്കി നോക്കാം. ദേ ചെറുക്ക, എൻ്റെ ഉറക്കം കെടുത്തിയതും പോരാ, ഇനിയിപ്പോൾ മൃഗങ്ങളുള്ള ആ കാട്ടിലോട്ട് ഞാൻ ഇറങ്ങി ചെല്ലണോ? എനിക്ക് പേടിയാ. അതെ, 3 പിള്ളേരുള്ളത് എനിക്ക്. ഈ വീട് കാത്തു സൂക്ഷിച്ചിട്ടാ വല്ലതും കിട്ടിയിട്ട് എൻ്റെ മക്കൾക്ക് കൊണ്ട് കൊടുക്കണം. എന്നെ വല്ല പുലിയോ സിംഹമോ കഴിച്ചാലേ നിനക്കൊന്നും നഷ്ടമില്ല, എൻ്റെ കുടുംബത്തിന് മാത്രമേ നഷ്ടമുള്ളൂ. അതുകൊണ്ട് ഒരു സമയം കഴിഞ്ഞാലേ വീട്ടിനകത്ത് കയറി കിടക്കണം. അത് അറിയാത്ത സ്ഥലത്ത് പോയാൽ അത് ഇനിയെങ്കിലും മനസ്സിലാക്കി. ചേട്ടാ, പറ്റിപ്പോയി, എന്തെങ്കിലും ചെയ്തതാ ചേട്ടാ. ഇതും പറഞ്ഞുകൊണ്ട് ആ വീട്ടിന് ചുറ്റിനും നടക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം അനി ചോദിക്കുന്നുണ്ട്, ചേട്ടാ, ഈ വീടിന് ചുറ്റും അങ്ങോട്ടേക്കൊണ്ട് നടക്കാൻ തുടങ്ങിയിട്ട് ഒരു 5-10 മിനിറ്റ് ആയില്ലേ, പക്ഷെ ഇവിടെയൊന്നും കാണാനില്ല. ദേ, ഇതിൻ്റെ ബാക്ക് സൈഡിലൊന്ന് പോയി നോക്കിയാലോ? ചേട്ടൻ എന്താ അങ്ങോട്ട് മാത്രം പോയി നോക്കാത്തത്? അയ്യോ മോനെ, അങ്ങോട്ട് പോകണ്ട, അതത്ര നല്ലതല്ല. അതെന്താ ചേട്ടാ അങ്ങനെ പറയുന്നത്? അവിടെ എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ പറയ് ചേട്ടാ, അവിടെ ഉണ്ടായിരിക്കും എൻ്റെ നന്ദു. പറയ് ചേട്ടാ, അവിടെ എന്തെങ്കിലും ഉണ്ടോ? അത് പിന്നെ മോനെ, നമ്മളിപ്പോൾ അങ്ങോട്ട് കയറി ചെന്ന് കൊടുക്കണ്ട. അവിടെ കുറേ ഗുണ്ടകൾ ഉണ്ടായിരിക്കും. അവർ മദ്യപിച്ച് കൂത്താടുന്ന സമയമാണ്. ലഹരി പദാർത്ഥങ്ങളൊക്കെ ഉപയോഗിച്ച് അവരുടെ തലയ്ക്ക് മത്ത് പിടിച്ചിരിക്കുകയായിരിക്കും. ഇപ്പം നമ്മൾ അങ്ങോട്ട് കയറി ചെന്നാലേ നമ്മുടെ ജീവൻ ആവത്താ. അവരെന്തെങ്കിലും ചെയ്യട്ടെ. ചേട്ടാ, ചിലപ്പോൾ നന്ദു അങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലോ? ഒരു നന്ദു, അവക്കെന്താ ഇത്ര വിവരമില്ലേ അങ്ങോട്ട് കയറി ചെല്ലാൻ? ചേട്ടാ പ്ലീസ്, എങ്ങനെയെങ്കിലും എൻ്റെ നന്ദുവിനൊന്ന് കണ്ടെത്തിത്താ. എന്നാൽ നീ ഒരു കാര്യം ചെയ്യ്, ഞാൻ ഈ ഡോർ അങ്ങ് തുറന്നു തരാം. നീ അപ്പുറത്തെ സൈഡിലോട്ട് പോയിക്കോ, അവിടെ ആ പയ്യന്മാരൊക്കെ ഉണ്ട്, അവിടെ ചെന്ന് നോക്ക്. അങ്ങനെ അനിക്ക് അയാൾ ആ ബാക്ക് സൈഡിലെ ഡോറ് തുറന്നെടുക്കുകയാണ്. അനി അതിലൂടെ കയറിയിട്ട് പുറത്തോട്ട് ഇറങ്ങുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവിടെയൊക്കെ നോക്കിയപ്പോൾ കുറേ മദ്യക്കുപ്പികളും സിഗരറ്റുകളും പല ലഹരി പദാർത്ഥങ്ങളൊക്കെ കാണാൻ കേട്ടോ. പക്ഷേ ഇവിടെ ആരും ഇല്ലല്ലോ. ചേട്ടാ ചേട്ടാ, എന്താ? ചേട്ടാ, ഇവിടെ ആരും കാണാനില്ലല്ലോ. ഇവിടെ ആരും ഇല്ലേ? ഇവന്മാർ പോകുന്ന സമയമായിട്ടില്ലല്ലോ. ഇത്ര പെട്ടെന്ന് എങ്ങനെ പോയത്? ചേട്ടാ, എനിക്ക് പേടിയാകുന്നു. എനിക്ക് നന്ദുവിനെ കണ്ടേ പറ്റൂ. ഞാൻ എന്ത് ചെയ്യാനാ മോനെ? ഇവിടെ കുറേ ഗുണ്ടകൾ ഇങ്ങനെ മദ്യപിച്ചുകൊണ്ടിരിക്കും. അവന്മാരിനി അവളെ തട്ടിക്കൊണ്ട് വല്ലതും പോയി കാണുമോ? ചേട്ടൻ പറ, അവന്മാരുടെ താവളം ഏതാ? ഞാൻ അങ്ങോട്ട് ചെന്നോളാം. നിനക്ക് ഒറ്റയ്ക്കൊന്നും അവരെ നേരിടാൻ പറ്റില്ല. അവരൊരു 10 പേരുണ്ടായിരിക്കും. ചേട്ടാ, ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടിക്ക് എൻ്റെ ജീവൻ കൊടുക്കാൻ വരെ ഞാൻ തയ്യാറാ. ചേട്ടൻ എവിടെയാണെന്ന് പറ, ഞാൻ അങ്ങോട്ട് പൊയ്ക്കോളാം. പക്ഷെ മോനെ, ഈ കാട്ടിലൂടെ പോകണം, അത് കുറച്ച് റിസ്ക്കാ. ചേട്ടൻ വാ എൻ്റെ കൂടെ. ചേട്ടനൊന്നും പറ്റില്ല. എനിക്കെന്ത് പറ്റിയാലും ചേട്ടനൊന്നും പറ്റാൻ ഞാൻ സമ്മതിക്കില്ല. ഇതും പറഞ്ഞിട്ട് അയാളെ നിർബന്ധിച്ചുകൊണ്ട് അയാളെയും കൂട്ടിക്കൊണ്ട് അവരുടെ താവളത്തിലേക്ക് പോവാണ് കേട്ടോ. പക്ഷെ അവരുടെ താവളത്തിൽ ആരുമില്ല. നന്ദുവിനെയും കൊണ്ട് അവർ വേറൊരു സ്ഥലത്തേക്ക് പോയിരിക്കുകയാണ്. ചേട്ടാ, ഇവിടെയൊന്നും അവരെ കാണാനില്ലല്ലോ. എൻ്റെ നന്ദുവിനെയും കാണാനില്ല. മോനെ, ഇവിടെയാണ് സാധാരണ അവർ കൂടാറുള്ള സ്ഥലം. ഇനി ഇവിടെ നിന്ന് എങ്ങോട്ട് പോയെന്നൊന്നും എനിക്ക് അറിഞ്ഞൂടാ മോനെ. മോനൊരു കാര്യം ചെയ്യ്, എത്രയും പെട്ടെന്ന് പോലീസിനെ വിവരം അറിയിക്കുക, അല്ലെങ്കിൽ പിന്നെ വീട്ടുകാരെ വിളിച്ച് വിവരം അറിയിക്കുക. നിങ്ങൾ വീട്ടിലൊന്നും അറിയിക്കാത്ത വന്നതല്ലേ. എങ്ങനെയാ ചേട്ടാ ഞാൻ വീട്ടിൽ വിളിച്ച് വിവരം അറിയിക്കാം? എന്തെങ്കിലും ചെയ്യും മോനെ, പെട്ടെന്ന് വീട്ടിൽ വിളിച്ച് വിവരം അറിയിക്കുന്നത് എന്തുകൊണ്ട് നല്ലത്. ചേട്ടാ, അവന്മാർ കൊണ്ടുപോയിട്ടുണ്ടെങ്കിലേ അത് പോലീസാ. അവൾക്ക് മര്യാദയ്ക്ക് നേരിടാൻ അറിയാം. പക്ഷേ അവളെ വല്ലതും ചെയ്തിട്ടാണോ കൊണ്ടുപോയതെന്ന് അറിയില്ലല്ലോ. അയ്യോ, ആ കുട്ടി പോലീസായിരുന്നോ? അതെ, ആ കുട്ടി പോലീസാ. ഞാൻ അറിയാതെ ഓരോന്ന്. ചേട്ടാ, അതൊന്നുമല്ലല്ലോ ഇപ്പോഴത്തെ കാര്യം. നന്ദുവിനെ കിട്ടണം. പിന്നെ കാണിക്കുന്നത് ആദർശിനെ നയനയാണ്. നയന പറയുന്നുണ്ട്, ആദർശേട്ടാ, ഒന്നുകൂടി ഒന്ന് അനിക്ക് വിളിച്ചു നോക്ക്, ചിലപ്പോൾ അനി ഫോൺ എടുത്താലോ? ശരി, ഞാനൊന്ന് വിളിച്ചു നോക്കാം. ഇതും പറഞ്ഞുകൊണ്ട് ആദർശ് അനിക്ക് ഫോൺ ചെയ്യാണ്. പെട്ടെന്നാണ് ആദർശിൻ്റെ കോൾ അനി കാണുന്നത്. അനിയാണെങ്കിൽ ആകെ ഡെസ്പായിരിക്കാൻ കേട്ടോ. പെട്ടെന്ന് ആദർശിൻ്റെ ഫോൺ കാണുന്ന സമയത്ത് പേടി കൊണ്ട് അനി ഫോൺ എടുക്കുന്നില്ല കേട്ടോ. മോനെ, ആരോ വിളിക്കുന്നു, ഒന്ന് ഫോൺ എടുക്ക്. വീട്ടുകാരാണെങ്കിൽ വിളിച്ച് വിവരം പറ. പെട്ടെന്ന് തന്നെ അനി ആദർശിൻ്റെ ഫോൺ എടുക്കുന്നുണ്ട്. ഹലോ ഹലോ അനി, നീ ഇപ്പോഴെങ്കിലും ഫോൺ എടുത്തല്ലോ. നീ എന്താ ഫോൺ എടുക്കാതിരുന്നത്? അത് പിന്നെ എടാ, നീ ഇപ്പം എവിടെയാ? ഞാൻ
ഞാൻ പൊന്മുടിയിലോ? അല്ല, നീ എന്താ പൊന്മുടിയിൽ? ഒന്ന് വീട്ടിൽ നിന്ന് മാറി നിൽക്കാമെന്ന് കരുതി. ശരി, നിൻ്റെ കൂടെ നിൻ്റെ ഫ്രണ്ട്സ് ഉണ്ടോ? ഏയ്, ആരുമില്ലെന്നോ? നന്ദു നിൻ്റെ കൂടെ ഉണ്ടോ? ചേട്ടാ, നന്ദു എൻ്റെ കൂടെ ഉണ്ട്. നന്ദു നിൻ്റെ കൂടെ ഉണ്ടെന്നോ? അതും നിങ്ങൾ പൊന്മുടിയിലേക്കാണോ പോയത്? അതെ ഏട്ടാ. അല്ല, എന്നിട്ട് നന്ദു എവിടെ? ചേട്ടാ, നന്ദുവിനെ ഇവിടുന്ന് ആരോ തട്ടിക്കൊണ്ട് പോയി. ഞാൻ ഇവിടെ ഒരു റിസോർട്ട് എടുത്തിരിക്കുകയായിരുന്നു. കുറച്ച് ഉൾഭാഗത്തായിട്ടുള്ള റിസോർട്ടാണ്. ഇവിടുന്ന് നന്ദു മിസ്സിങ് ആയി ഏട്ടാ. എന്ത്? നന്ദു മിസ്സിങ് ആയെന്നോ? നീ എന്തൊക്കെയാണ് ഈ പറയുന്നത്? അതെ അതിർഷേട്ടാ, ഞാൻ കുറച്ച് ഉള്ളേരിയ നോക്കി എടുത്തതാ. വേറൊന്നിനല്ല, ശാന്തമായി ഞങ്ങൾക്ക് കിടന്നുറങ്ങാൻ വേണ്ടിയിട്ട്. പക്ഷേ എനിക്ക് പേടിയാവുന്ന ഏട്ടാ. നന്ദുവിനെ ഇവിടുന്ന് ആരോ തട്ടിക്കൊണ്ട് പോയിട്ടുണ്ട്. അതെനിക്ക് ഉറപ്പാണ്. അവളോട് ശത്രുതയുള്ള ആരോ ആണെന്ന് എനിക്ക് തോന്നുന്നത്. ഏട്ടൻ എത്രയും പെട്ടെന്ന് ഇങ്ങോട്ട് വരണം. എടാ, നീ എന്തൊക്കെയാണ് പറയുന്നത്? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഏട്ടാ, എനിക്ക് പേടിയാവുന്നുണ്ട്. കയ്യും കാലൊക്കെ വിറച്ചിട്ട് വയ്യ. ഇവിടെയൊക്കെ ഞാൻ നോക്കി. എല്ലാം നിന്നെ പറഞ്ഞാൽ മതിയടാ. എല്ലാം നിൻ്റെ എടുത്തുചാട്ടം എല്ലാത്തിനും കാരണം. അവൾക്ക് നല്ലൊരു ആലോചന വന്നതായിരുന്നു നവീൻ്റെത്. നീ ഒറ്റ ഒരുത്തൻ കാരണം അവളുടെ ജീവിതം കൂടി നശിപ്പിക്കുന്നത്. ഫോൺ വെക്ക്. നീ ഉള്ള സ്ഥലം ലൊക്കേഷൻ എൻ്റെ ഫോണിലോട്ട് ഷെയർ ചെയ്യ്. ഞാൻ ഇപ്പം തന്നെ അങ്ങോട്ട് വരാം. അങ്ങനെ ഫോൺ വെക്കുന്ന സമയത്ത് നയന ചോദിക്കുന്നുണ്ട്, എന്തു പറ്റി ആദർശേട്ടാ? അത് പിന്നെ നന്ദു പൊന്മുടിയിലെ റിസോർട്ടിൽ വെച്ചിട്ട് മിസ്സിങ് ആയിന്ന്. എന്ത്? അയ്യോ, എൻ്റെ നന്ദു. അവൾക്ക് കുറേ ഭീഷണിയുള്ളതാ. ജീവന് പോലും ഭീഷണിയുള്ള പെണ്ണാ. ആദർശേട്ടാ, എത്രയും പെട്ടെന്ന് പോകണം നമുക്ക്. നയനെ, ഇതിവിടെ ആരോടും പറയണ്ട. നീ വരെയും ചെയ്യണ്ട. ഒരുപാട് ദൂരം കട്ട് റോഡിലൂടെ യാത്ര ചെയ്യാനുള്ളതാ. നിനക്കിപ്പോൾ അങ്ങനെ വന്നാൽ ശരിയാവത്തില്ല. ഏട്ടാ, ആദർശേട്ടൻ പെട്ടെന്ന് തന്നെ പോ. എനിക്ക് പേടിയാവുന്ന ആദർശേട്ടാ. പെട്ടെന്ന് നന്ദുവിനെ കണ്ടെത്തണം. നന്ദുവിനെ കണ്ടെത്താതെ ഇങ്ങോട്ട് വരരുത്. നന്ദുവിനെ കണ്ടെത്തും. നീ ടെൻഷൻ അടിക്കാതിരിക്കേ. ഞാനേ പെട്ടെന്ന് തന്നെ ഇറങ്ങട്ടെ. ഇതും പറഞ്ഞ് ആദർശ് നയനോട് യാത്രയും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങാൻ കേട്ടോ. അതോട് കൂടിയിട്ട് ഈ ഒരു എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ഈ എപ്പിസോഡിൻ്റെ ബാക്കി കിട്ടണമെങ്കിൽ നിങ്ങൾ നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്യുക. നെക്സ്റ്റ് എപ്പിസോഡ് ഒന്ന് കമൻറ്റ് ചെയ്ത് അടുത്ത എപ്പിസോഡ് ഉടനടി അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കണ്ട. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും എല്ലാവർക്കും ബൈ ഗൈസ്.